ഹല്ലേലൂയ. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 1-2 ഭാഗങ്ങൾ. ആകയാൽ നാമും സാക്ഷിയുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവീൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ ഒത്തിരി പ്രാവശ്യം ചിന്തിച്ചിട്ട ഭാഗമാണിത്. ഇവിടെ നമ്മൾ ചിന്തിക്കുന്ന 3-ാം വാക്യാണ്. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളും. എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവിൽ ആ വചനം കൂടെ എഴുതി ചേർത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം പറഞ്ഞ കാര്യം നമുക്ക് എല്ലാവർക്കും പ്രയാസമാണെന്ന്. ഹല്ലേലൂയ. കാരണം സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നിങ്ങളുടെ ഓട്ടം സ്ഥിരതയോട് ഓടുക. ഹല്ലേലൂയ. അപ്പൊ ഇത് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അതിന് പലപ്പോഴും സാധിക്കത്തില്ല. കാരണം സകല ഭാരം, ഇത് എല്ലാ സകല ഭാരം എന്ന് വെച്ചാൽ ഒന്നിനെ കുറിച്ചും ഭാരപ്പെടരുത് എന്നാണ് ഉദ്ദേശിച്ചേക്കുന്നത്. കാരണം നമ്മുടെ മനസ്സിൽ ഭാരമേ ഉണ്ടാകാൻ പാടില്ല. അന്ന് മാത്രമേ നമുക്ക് ഓട്ടം സ്ഥിരതയോട് ഓടാൻ പറ്റുന്ന വെച്ചാൽ ഒരു വെയിറ്റ് എടുത്ത് തല വെച്ചുകൊണ്ട് നമ്മൾ ഓടിക്കഴിഞ്ഞാൽ നമുക്ക് ഓടാൻ പറ്റാത്ത പോലെ തന്നെയാണ് നമ്മുടെ തലയ്ക്കുള്ളിരിക്കുന്ന നമ്മുടെ പലവിധ ചിന്തകളുടെ ഭാരം. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ എന്താ പറയാ, ഈ ഓട്ടത്തിൽ ക്ഷീണിച്ച് മടുക്കും. കാരണം നമുക്ക് ഭാരം വരും. അപ്പൊ അത് വരുമ്പോഴത്തേക്കും നമ്മൾ ക്ഷീണിച്ച് മടുക്കും. കാരണം പലപ്പോഴും നമുക്ക് മുൻപോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ കയറി വരുമ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിൽ ആ ഒരു വിഷമവും പ്രയാസവും ഒക്കെ കയറി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സങ്കടമൊക്കെ വന്നു കഴിഞ്ഞാല് അതിൽ നമ്മുടെ ഓട്ടത്തിന്റെ വേഗത കുറയ്ക്കും. അത് ഹല്ലേലൂയ. പല ആൾക്കാരും പിന്മാറ്റത്തിലേക്ക് പോകാറുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ വചനം കേട്ട് പറഞ്ഞ് ചില ആൾക്കാരൊക്കെ വിശ്വാസത്തിലേക്ക് വന്നിട്ട് പിന്മാറിപ്പോ. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ കാലഘട്ടം അങ്ങനെ. കാരണം ദൈവദാസന്മാരൊക്കെ ഈ നമ്മൾ കുറെ കാണുന്നുണ്ട്. കർത്താവിന് വേണ്ടി നിൽക്കുന്നവരൊക്കെ വളരെ ക്ഷീണിക്കുന്ന, അവർക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ, പല പല പ്രതികൂലങ്ങളൊക്കെ വരുമ്പോഴേക്ക് കോവിഡൊക്കെ അതൊക്കെ ഒരുപാട് ചർച്ചകൾ പൊട്ടിപ്പോയി. കാരണം വെച്ച് കഴിഞ്ഞാല് അവർക്കൊക്കെ വരുമാനം ഇല്ലാത്ത കാര്യമായി. കാരണം വെച്ച് കഴിഞ്ഞാല് ചിലതൊക്കെ പാവങ്ങളൊക്കെ പോകുന്ന ചർച്ചകളൊക്കെ ആണെങ്കിൽ, അവർക്ക് കൂലിപ്പണിക്കൊക്കെ പോകുന്നവരൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള വിശ്വാസികളൊക്കെ ആണെങ്കിൽ കോവിഡ് സമയത്ത് അവർക്കാർക്കും ജോലിക്കൊന്നും പോകാൻ പറ്റിയില്ല. അങ്ങനെയൊക്കെ അവർക്ക് സ്തോത്രക്കാഴ്ചയും ഇതൊക്കെ കിട്ടുന്നതുകൊണ്ടായിരിക്കും പല ദൈവദാസന്മാരെയും കഴിഞ്ഞതെങ്കിൽ ആ സമയത്തൊക്കെ പൂട്ടി. അപ്പൊ അവരുടെ ഉള്ളിൽ ക്ഷീണിച്ചു. അപ്പൊ അവര് മടുത്തു. അപ്പം ഇവിടെ പറയുന്നേ, നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങൾ, എനിക്ക് ഇടയ്ക്കൊക്കെ ഒത്തിരി സങ്കടം, വിഷമോ ഒത്തിരി പ്രയാസമൊക്കെ വരുമ്പോൾ കർത്താവിനോട് ഓരോ കാര്യങ്ങളെ പരാതി, കർത്താവ് നീ എന്റെ കുരിശിലേക്ക് നോക്ക്, നീ എന്റെ ക്രൂശിലേക്ക് നോക്ക്, കർത്താവ് എപ്പോഴും പറയുന്ന കാര്യം. അപ്പൊ ഞാൻ ആ ക്രൂശിനെ ധ്യാനിക്കുമ്പോൾ എനിക്ക് എന്റെ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ മാറിപ്പോകും. കാരണം അതുകൊണ്ട് ഇവിടെ എഴുതിയേക്കുന്നത്, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിക്കാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുള്ളൂ. അപ്പൊ ഇവിടെ കർത്താവ് യേശു ക്രിസ്തു, നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങൾ പലപ്പോഴും ക്ഷീണിച്ചു പോകുന്നത്, പ്രയാസപ്പെട്ടു പോകുന്നത് നമ്മൾക്ക് എന്താ നമ്മുടെയൊക്കെ കയ്യിലിരിപ്പുകൊണ്ട് തന്നെയായിരിക്കും. പക്ഷെ കർത്താവിനെ കുറിച്ച് പറയുന്നത് പാപികളാൽ വിരോധം സഹിച്ചവൻ. കാരണം പാപമില്ലാത്തവൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. പാപം ചെയ്യാത്തതിന് എല്ലാ കോടതിയും മാറി മാറി പറഞ്ഞത് എന്താണ്, ഞാൻ ഇവരിൽ ഒരു കുറ്റവും കാണുന്നില്ല. യോഹന്നാന്റെ സുവിശേഷമൊക്കെ വായിച്ചപ്പോൾ അറിയാം. എല്ലാ കോടതികളും ഒരുപോലെ പറഞ്ഞു, ഞാൻ ഇവരിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞിട്ടും ഒരു പാപം ഇല്ലാഞ്ഞിട്ട് ഒരു കുറ്റവും ചെയ്യാതിരുന്നിട്ടും എത്രത്തോളം പീഡ സഹിച്ചു. നമ്മൾക്കൊക്കെ നമ്മുടെ ഭാഗത്തുനിന്ന് കുറവുകളൊക്കെ ഉണ്ടായിട്ടാണ് പലപ്പോഴും പിശാച് നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് തുറന്ന് കയറുന്നതിന്റെ കാരണം കുറവുണ്ടായിട്ട്. കഴിഞ്ഞ ദിവസങ്ങളില് ഒരു ദേവദാസൻ ഇങ്ങനെ പ്രസംഗിച്ച, പുള്ളിയുടെ മനസ്സിൽ വന്ന ഐഡിയ വല്ലായിരിക്കും പുള്ളി പറഞ്ഞത്.
ഹല്ലേലൂയ. ദൈവപുത്രന്മാരോടൊപ്പം സാത്താനും ദൈവസ്ഥലം നിൽക്കാൻ ചെന്ന് യോബിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഭാഗമെടുത്ത് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാവനയായിരിക്കുന്നത് ഞാൻ വിശ്വസിച്ചു. കാരണം ഒരിക്കലും അങ്ങനെയല്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം വെച്ചാൽ ഞാനത് വെളിപ്പാട് ദൈവം എനിക്ക് കാണിച്ചു തന്നിട്ട്, അപ്പൊ സാത്താൻ അവിടെ കയറി ചെന്നത് ദൈവദൂതന്മാരുടെ തന്നെ വേഷം ധരിച്ചിട്ടാ ചെന്നേക്കുന്നത്. എന്താന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ സാത്താനെ സ്വർഗത്തിലെ കാര്യം കയറ്റി വിടത്തില്ലായിരുന്നു. ഹല്ലേലൂയ. അവർക്ക് അറിയാത്തൊരു കാര്യമുണ്ട്. ഹല്ലേലൂയ. ഇത് മനസ്സിലാകാത്ത ജനം ചിലപ്പോൾ പക്ഷേ സാത്താന് അവിടെ കയറി ചില അധികാരമുണ്ട്. ഇനിയിപ്പോ സാത്താൻ കയറി ചെല്ലുമ്പോൾ ദൈവത്തിന്റെ പെർമിഷൻ ഉള്ള ഒരു ദൂതൻ പോലും സാത്താനെ സ്റ്റോപ്പ് ചെയ്യത്തില്ല. അതിനെന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഏഞ്ചൽസിനെ കാട്ടി ഏറ്റവും ഹൈറാർക്കി ഉണ്ടായിരുന്ന, ഏറ്റവും ഉന്നത സ്ഥാനം ഉണ്ടായിരുന്ന ദൂതനായിരുന്നു ലൂസിയേൽ. ലൂസിഫർ ആകുന്നതിന് മുമ്പ് ലൂസിയേൽ എന്നാണ്. ഹല്ലേലൂയ. അതിന് എക്സാമ്പിൾ ഇവിടെ കിടപ്പോ യൂദായുടെ ലേഖനത്തിൽ കിടപ്പുണ്ട്. ഹല്ലേലൂയ. മോശയുടെ ശരീരം സംബന്ധിച്ച് സാത്താൻ ഹല്ലേലൂയ മിഖേലിനോട് വാദിച്ചപ്പോൾ മിഖേൽ എന്നറിയാം ദൈവം നിന്നെ ഫൽസിക്കട്ടെ എന്ന് പറഞ്ഞുള്ളൂ. അവിടെ ഒരു വാക്ക് പോലും ഉരിയാടിയില്ല. ദൂഷണം പോലും വായിൽ നിന്ന് ഒരു വാക്ക് പോലും ഉരിയാടാതെ ദൈവം നിന്നെ ഫൽസിക്കട്ടെ എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഹൈറാർക്കി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പൊസിഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മിഖേലിനെയും ഗബ്രിയേലിനെയൊക്കെ ഉയരത്തിലായിരുന്നു ലൂസിയേൽ. ഹല്ലേലൂയ. അതുകൊണ്ട് അവിടേക്ക് കയറി ചെല്ലാൻ കഴിയില്ല. അതിന് വേഷം മാറേണ്ട കാര്യമൊന്നുമില്ല. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൂതന്മാരുടെ വേഷം ധരിച്ച് ആ സ്വർഗത്തിൽ കയറിപ്പറ്റി ദൈവത്തിനെ സന്നിധി ചെന്ന് നിൽക്കാനായിട്ട് ഹല്ലേലൂയ. അതിന് സ്വർഗത്തിലെ അതിന് മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോഴല്ല സാത്താൻ മനസ്സ് വിചാരിക്കുമ്പോൾ ദൈവത്തിന് അറിയാമോ. ഹല്ലേലൂയ. അപ്പോൾ അവിടെ നമ്മൾ കണ്ട കാര്യം എന്ന് വെച്ചാൽ ഞാൻ വെളിപ്പാടി കണ്ടിട്ടുള്ള കാര്യം അവിടെ ഇതുപോലെ തന്നെ കോർട്ട് പോലെ ഇതുണ്ട്. ഹല്ലേലൂയ. ഇവൻ ചെന്ന് വാദിക്കുന്നത് ചെല്ലപ്പോ ഒരു കെട്ട് പേപ്പറൊക്കെ ആയിട്ട് ഇങ്ങനെ ചുറ്റിപ്പിടിച്ച് വക്കീൽമാർ ചെല്ലുന്നതൊക്കെ വെച്ചാൽ നമ്മുടെ കുറ്റങ്ങളും കുറവുകളും നമ്മുടെ പോരായ്മകളും എഴുതിയ പേപ്പറാകും. ഹല്ലേലൂയ. ഒരിക്കൽ ഞാൻ കാണുന്നുണ്ടായിരുന്നു ഇങ്ങനെ മേടിച്ചിട്ട് യേശു കർത്താവ് അത് ചുറ്റിക്കൂട്ടിയിട്ട് ദൂരോട്ട് എഴുതുന്നത്. ഹല്ലേലൂയ. കാരണം ഈ പൊടുപ്പും തൊങ്ങലും വെച്ച് എഴുതിക്കൊണ്ട് ചെല്ലുമ്പോൾ ഹല്ലേലൂയ. ഇതുപോലെ തന്നെ അവിടെ ഉണ്ട്. ഹല്ലേലൂയ. നമുക്ക് പക്ഷെ അവിടെ ഒരു അഡ്വക്കേറ്റ് ഉണ്ട്. നമുക്ക് വേണ്ടി എന്തുകൊണ്ടാണ് നമ്മളൊക്കെ ഇപ്പോഴും ഇങ്ങനെയൊക്കെ നടക്കുന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ഒരു അഡ്വക്കേറ്റ് അവിടെയുണ്ട്. ഹല്ലേലൂയ. ആ അഡ്വക്കേറ്റ് നമുക്ക് വേണ്ടി വാദിച്ചുകൊണ്ടേ നിൽക്കും. നമ്മൾ ഓരോ പ്രാവശ്യം അത് പറഞ്ഞ സദാസമയം എന്താ പറയാ ദൈവത്തിന്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ് ക്ഷീണിച്ച് മടുത്തു പോകുമെന്ന് അറിയാമായിരുന്നു. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ യൂദയെ കുറിച്ച് ഞാൻ ആലോചിക്കാറുണ്ട്. യൂദ യേശു കർത്താവിന് ഒറ്റിക്കൊടുത്തു. ഹല്ലേലൂയ. യൂദ ഒറ്റുകാരൻ അന്ന് യേശുവിനെ അറിയത്തില്ലായിരുന്നു. അറിയായിരുന്നു. കൂടെ നടക്കുമ്പോൾ തന്നെ അറിയായിരുന്നു. കൊണ്ട് നടക്കുമ്പോൾ തന്നെ അറിയായിരുന്നു. ഹല്ലേലൂയ. ഉപദേശം കൊടുക്കുമ്പോഴറിയായിരുന്നു. അപ്പം മുക്കി കൊടുക്കുമ്പോൾ എല്ലാം കർത്താവിന് അറിയായിരുന്നു. യൂദായെ തന്നെയാണ് ഈ പർപ്പസിന് വേണ്ടി കണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. പക്ഷെ ഇവിടെ സംഭവിച്ച കാര്യം യൂദയ്ക്ക് തെറ്റുപറ്റി അവരുടെ എഴുതിയിട്ടുണ്ട്. യൂദ വിചാരിച്ചെന്ന് യേശു കർത്താവ് ഹല്ലേലൂയ അവരുടെ കയ്യിൽ വിട്ടാലും യേശു കർത്താവിന് പുറത്തു പോരും. കാരണം യേശു കർത്താവ് ദൈവമാണെന്ന് അല്ലെങ്കിൽ മനുഷ്യനല്ലെന്ന് അവർക്കൊക്കെ ഒരു ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ യേശു കർത്താവിനെ ഒരു ക്രൂശിച്ചു കൊല്ലാൻ ആയിട്ട് വിധിച്ച് ഇങ്ങനെ അറിഞ്ഞപ്പോഴത്തേന് യൂദ പോയി കെട്ടിച്ചാന്ന് ശത്രുന്ന് എഴുതിയിട്ടുണ്ട്. ഒരു സുവിശേഷത്തെ എഴുതിയിട്ട്. അപ്പം യൂദയ്ക്ക് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിന് മുമ്പിലേക്ക് വന്നിട്ട് ഹല്ലേലൂയ ആ തെറ്റ് ഏറ്റു പറയാനോ ഹല്ലേലൂയ കഴിഞ്ഞില്ല. കാരണം വെച്ചാൽ യൂദായെ സംബന്ധിച്ചോളം കർത്താവിനെ മനസ്സിലാക്കിയതിനകത്ത് ഹല്ലേലൂയ ഇത്തിരി കുറവുണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഇപ്പൊ എനിക്കൊരു ഉറപ്പുണ്ട്. ഞാൻ എന്ത് കുഴപ്പം ചെയ്താലും അല്ലെ എന്ത് തെറ്റ് ചെയ്താലും എൻ്റെ അപ്പന്റെ മുമ്പിലേക്ക് ഹല്ലേലൂയ അപ്പ എനിക്ക് പറ്റിപ്പോയി എന്ന് പറഞ്ഞ് ഞാൻ മനസാന്തരപ്പെട്ട് നിലവിളിച്ച് കണ്ണുനീരോട് ഒന്ന് വീണ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ദൈവസന്നിധി ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ കർത്താവ് അത് ക്ഷമിക്കുമെന്ന് എനിക്ക് ഉറപ്പ്. അത് എന്തുകൊണ്ട് സംഭവിച്ചു? എനിക്ക് എൻ്റെ കർത്താവിനെ മനസ്സിലായത് കൊണ്ടാണ്. അപ്പന്റെ ഹൃദയത്തെ മനസ്സിലായത് കൊണ്ട്. പക്ഷെ യൂദായെ സംബന്ധിച്ചിടത്തോളം ആ ഹൃദയത്തെ മനസ്സിലായില്ല. നമ്മളെപ്പോഴും പറയും യോന ദൈവസന്നിധിയിൽ നിന്ന് ഓടിപ്പോയി. യോന എന്താ ഓടിപ്പോൻ കാരണം? യോനയ്ക്ക് അറിയായിരുന്നു ഞാൻ അവിടെ പോയി ഇതൊക്കെ പ്രസംഗിക്കും, നിനവേക്കാർ ചിലപ്പം തന്നെത്താൻ താഴ്ത്തും, അത് കാണുമ്പോൾ ദൈവത്തിന്റെ മനസ്സറിയും അല്ലേ? യോന അതുകൊണ്ടല്ലേ അവിടെ നിന്ന് ഓടിപ്പോയത്. എന്നിട്ട് യോനായ ദൈവം മത്സരത്തിനുള്ളിലൊക്കെ കിട്ടിയതിനു ശേഷം രണ്ടാമത് യോന അവിടെ പോയി പ്രസംഗിച്ച് അപ്പൊ അവരെല്ലാവരും തന്നെത്താൻ താഴ്ത്തി ദൈവത്തിൽ ഉപവസിച്ചു, നിലവിളിച്ചു, ദൈവത്തിന്റെ മനസ്സല്ലേ. അപ്പൊ യോന പറയുന്നത് ഇത് തന്നെയല്ലേ ആദ്യമേ ഞാൻ പറഞ്ഞത്,
ഇതുകൊണ്ടല്ല ഞാൻ ഇങ്ങോട്ട് വരത്തില്ലെന്ന് പറഞ്ഞത്. ഹാലേലൂയ. കാരണം ആ ഒരു ഭക്തനാണെങ്കിൽ, ഹാലേലൂയ, ഒരു ദൈവദാസനാണെങ്കിൽ, അല്ല ദൈവ മക്കളാണെങ്കിൽ, നമ്മൾ നമ്മുടെ ദൈവത്തിന്റെ ഹൃദയത്തെ തിരിച്ചറിയണം. ദൈവം ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ട്, ഹാലേലൂയ, എന്നിട്ട് വേണം നമ്മൾ ദൈവസന്നിധിയിൽ നിൽക്കാനായിട്ട്. ആമേൻ, സ്തോത്ര, ഹാലേലൂയ. ഇവിടെ അപ്പൊ ഇവിടെ പറയുന്ന ഹാലേലൂയ എന്താ പറയാ, ആമേൻ, ഇവിടെ നമ്മൾ ഭാരപ്പെട്ടു പോകും, നമ്മൾ ക്ഷീണിച്ചു പോകും, നമ്മുടെ ഓട്ടത്തിൽ നമ്മൾ തളർന്നു പോകും. ഇതെല്ലാം അറിയാം. അതുകൊണ്ട് കർത്താവ് യേശുക്രിസ്തു പോകാൻ പോകുന്നതിന് മുമ്പ് 14-ാം അധ്യായത്തിൽ തുടങ്ങും, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തെ ശിഷ്യന്മാർക്ക് മാത്രം കൊടുത്ത ഉപദേശത്തിൽ തുടങ്ങുമ്പോൾ തന്നെ അവിടെ എഴുതിയ ഭയപ്പെടേണ്ട. ലോകത്തെ കഷ്ടമുണ്ട്, പക്ഷെ ഭയപ്പെടേണ്ട, ഞാൻ ലോകത്തിൽ. അപ്പൊ നിങ്ങൾ നിൽക്കുന്ന ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. കാരണം നമ്മൾ നിൽക്കുന്നത് ലോകത്തിൽ തന്നെയാണെങ്കിൽ നമ്മൾ നിൽക്കുന്ന രാജ്യം ഇപ്പൊ വ്യത്യാസമാണ്. നമ്മൾ നിൽക്കുന്ന ദൈവരാജ്യത്തിലെ ഇപ്പം ഇവിടെ ഒരു ലോകരാജ്യമുണ്ട്, ദൈവരാജ്യമുണ്ട്, അല്ലെങ്കിൽ സാത്താന്യ രാജ്യമുണ്ട്, ഇരുട്ടിന്റെ ഒരു രാജ്യമുണ്ട്. നമ്മൾ നിൽക്കുന്ന വെളിച്ചത്ത്. ഈ രാജ്യങ്ങളാണെങ്കിൽ തമ്മിൽ യുദ്ധമുണ്ട്. ഇന്നലെ ഒന്ന് തൊട്ടുപോയ ഭാഗം രാജ്യങ്ങളാണെങ്കിൽ അവിടെ എന്തുണ്ട്? യുദ്ധമുണ്ട്. അടുത്തടുത്ത് ഈ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുന്ന പോലെ നമുക്ക് എന്നും ഒരു പോരാട്ടമുണ്ട്. അത് എപ്പോഴും ഉണ്ട്. നമ്മൾ ഉറങ്ങുമ്പോൾ പോലും നമുക്കെതിരെ പോരാട്ടം നടക്കുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. കാലിൽ നമ്മളൊന്നും മിണ്ടാതെ കിടന്ന് ഉറങ്ങുമല്ലയോ? ഈ ഉറക്കത്തിൽ എന്തോന്ന് പോരാടാനെന്ന് ചോദിച്ചാൽ ഉറക്കത്തിൽ പോലും നമ്മളോട് പോരാടുന്നുണ്ട്. കാരണം നമ്മളോട് പോരാടുന്നത് ജഡത്തിലല്ല. നമ്മൾ പലപ്പോഴും ജഡത്തിൽ പോരാടം നടക്കുമ്പോൾ നമ്മളോട് പോരാടുന്നത് ജഡത്തിലല്ല. നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പോരാട്ടം, നമ്മൾ ഉറങ്ങിയെന്ന് വിചാരിച്ചോ, നമ്മൾ മിണ്ടായിരുന്നു എന്ന് വിചാരിച്ചോ നമ്മുടെ പോരാട്ടം നിൽക്കുന്നില്ല. പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്, എന്തിനാണോ പിശാച് നമ്മളോട് ഇത്രയും പോരാടുന്നത്? ഞങ്ങൾ ഒരു ഉപദ്രവത്തിനും പോലെ, അല്ലെങ്കിൽ ചില വ്യക്തികളെ നമുക്ക് എപ്പോഴും മനസ്സിലാക്കാറുണ്ട്. കാരണം ഇവർക്ക് എന്തേ നമ്മളോട് ഇത്ര വിരോധം, അല്ലെ നമ്മളോട് മാത്രം എന്ത് ഇത്ര ദേഷ്യം എന്നൊക്കെ നമ്മൾ ചിന്തിക്കാണ്. കാരണം നമ്മൾ അവരോടൊന്നും ചെയ്തില്ലല്ലോ, നമ്മൾ അവരൊന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഹാലേലിയ, ഇതിന്റെ അർത്ഥം എന്താ വെച്ചാൽ നിന്നോടൊരു പോരാട്ടം എവിടെയാണ്? ആത്മമണ്ഡലത്തിൽ നടക്കുമ്പോൾ. ആത്മമണ്ഡലത്തിൽ പിശാച് നിന്നോട് എങ്ങനെ പോരാടുന്നു വെച്ചാൽ മനുഷ്യരിലൂടെ തന്നെയാ പോരാടുന്നത്. അവൻ മനുഷ്യരുടെ ഹൃദയത്തെ നിനക്ക് പ്രതികൂലമാക്കിയിട്ട് ആ മനുഷ്യരെ കൊണ്ട് നിന്നോട് പോരാ. പിശാച് മുമ്പേ വന്ന് കൊമ്പൻ തുമ്പൊക്കെയും വെച്ചിട്ടൊന്നും വന്നിട്ടല്ല നമ്മളോട് പോരാടുന്നത്. ഹാലേലൂയ. അങ്ങനെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയായിരുന്നു. ഹരീഷ് മാസ്റ്റർ എപ്പോഴും പറയും, ഒന്നിട ടിവിയുടെ പരസ്യം പോലെ നമ്മുടെ മുമ്പ് വന്ന് നിന്നെങ്കിൽ നമുക്ക് എപ്പോഴും തിരിച്ചറിയാം, അയ്യോ പിശാച് വന്നിട്ടുണ്ട് കേട്ടോ, സൂക്ഷിക്കണം. അവൻ കൊമ്പ് വെച്ച് നല്ല ലുട്ടാപ്പിയെ പോലെ ഇരിക്കുന്നെങ്കിൽ കണ്ട നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാം. പക്ഷെ നമ്മൾ കാണുന്നില്ലല്ലോ. അപ്പൊ നമ്മളോട് പോരാടുന്നത് നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർ തന്നെ ആയിരിക്കും. ചിലപ്പോൾ അത് ഭർത്താവാകാം, ഭാര്യ, എന്താ പറയുക, മക്കളാകാം, അമ്മയാകാം, അപ്പനാകാം, സഹോദരങ്ങളാകാം. ഇങ്ങനെ പല രീതിയിലാണ് നമ്മളോട് പോരാട്ടം വരുന്ന. കാരണം അവൻ എപ്പോഴും. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ പലപ്പോഴും ക്ഷീണിച്ചു പോകും. പക്ഷെ നിങ്ങൾ ക്ഷീണിച്ചു പോകുമ്പോൾ നിങ്ങൾ നോക്കുന്നത് ഒരു മനുഷ്യനെ തന്നെയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ, ഒരു മനുഷ്യനിലാണ് നിങ്ങൾ ആശ്രയം വെക്കുന്നതെങ്കിൽ നിങ്ങൾ ക്ഷീണിച്ചു പോവുക തന്നെ ചെയ്യും. ഹാലേലിയ. അവിടെ നമുക്ക് ഹാലേലിയ വിശ്വാസനാനും പൂർത്തീകരിച്ച വരേശുണ്ട്. കാരണം വെച്ചാൽ ഒത്തിരി പീഡകളിലൂടെ, ഒത്തിരി പ്രയാസങ്ങളുടെ കടന്നു പോയെങ്കിലും ഹാലേലിയ ഭൂമിയിലേക്ക് വന്നതിന്റെ പർപ്പസ് പൂർത്തീകരിച്ച് സ്വർഗത്തിലെ പിതാവിന്റെ വലതുഭാഗത്ത് പോയി ഇരിക്കുന്ന യേശു കർത്താവുണ്ട്. ഹാലേലൂയ. അപ്പൊ നമ്മളും ഈ ഭൂമിയിലേക്ക് വന്നത് വെറുതെ വന്നതല്ല. നമുക്കൊരു പർപ്പസ് ഉണ്ട്, ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതിനെ പൂർത്തീകരിച്ചിട്ട് അവിടെ ചെന്ന് നിൽക്കണം. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ അത് എന്തിനു വേണ്ടിയിട്ട് നമ്മളെ ഭൂമിയിൽ അയച്ചു? എല്ലാ മനുഷ്യർക്കും ഒരു പർപ്പസ് ഉണ്ട്. എല്ലാവർക്കും ഒരു നമ്മളെ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും അത് ദൈവത്തിന്റെ പർപ്പസിന് വേണ്ടിയാണ് ചെയ്യുന്നത്. ദേവദാസൻ ഇങ്ങനെ സൂമിലൂടെ നമ്മൾ ലാസ്റ്റ് മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സൂം നമുക്കായിട്ട് ഒരുക്കി തന്ന ആന്റിക്ക് നന്ദി പറയാം, അതുകൊണ്ട് ഇത്രയും. അപ്പൊ ഞാൻ മെസ്സേജ് അയച്ചപ്പോൾ ആന്റി എടുത്തതിന്റെ മെസ്സേജ് അയക്കുന്നു. അപ്പൊ പാസ്റ്റർക്ക് വായിക്കാൻ പറ്റില്ല. പക്ഷെ പിന്നെ എനിക്ക് മെസ്സേജ് അയച്ചു. പിന്നെ ഞാൻ അയച്ചത്, പാസ്റ്റർ ഈ സൂമിന് നന്ദി പറയുന്നെങ്കിൽ അത് ജോഹിന് വേണം നന്ദി പറയാനായിട്ട്. കാരണം ഈ സൂം തുടങ്ങി അന്ന്, ഇത് 4ാമത്തെ വർഷമാണ് ഈ സൂം ഉപയോഗിക്കുന്നത്. ഈ സൂം തുടങ്ങി അന്ന് തുടങ്ങി ഈ സൂമിനെ പേ ചെയ്യുന്ന ജോഹിനാ. എല്ലാ വർഷവും ഓട്ടോമാറ്റിക് അത് റിന്യൂ ചെയ്ത് കൊടുക്കുന്നത് മേഘാലയിലെ ജോഹിനാണ് അതിന്റെ പൈസ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ സൂം ഞാൻ ഓപ്പൺ ആക്കി തരുന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും ആൾക്കാർ, ഒരുപാട് ആൾക്കാർ ഒന്ന് പ്രാർത്ഥിക്കാറുണ്ടല്ലോ. പക്ഷെ ആ ഓരോ ആൾക്കാർക്ക് ഓരോ വിടുതൽ നടക്കുമ്പോൾ, ഓരോ അനുഗ്രഹം പ്രാപിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരാളൊന്ന് ആത്മീയമായി അല്പം ഒന്നും മുന്നോട്ട് പോകുന്നെങ്കിൽ അതിനൊക്കെ നമ്മൾ അറിയാതെ തന്നെ ഒരു പ്രതിഫലം എന്താ പറയാ മകന്റെ ജീവിതത്തിലേക്ക് പോകും. കാരണം വെച്ചാൽ ദൈവരാജ്യത്തിന് വേണ്ടിയിട്ടാണ് ചെയ്തേക്കുന്നത്.
അല്ലെ. അപ്പൊ ഞാൻ അപ്പൊ വാസന രാത്രി എനിക്ക് വോയിസ് മെസ്സേജ്, ആന്റി അത് കറക്റ്റ് ആണ് പക്ഷേല് അപ്പം ആന്റിയാണ് എനിക്ക് ഓപ്പൺ ആക്കിയത്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു അപ്പൊ ആന്റി വേണം അതിന് നന്ദി. ഞാൻ പറഞ്ഞു ഞാൻ എപ്പോഴും ഓരോ ദിവസവും സൂം ഓൺ ആക്കുമ്പോഴും ഓരോ പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോൾ ഓരോരുത്തരും ഇതുകൊണ്ട് എനിക്ക് അനുഗ്രഹമായെന്ന് പറയുമ്പോൾ എന്റെ ഹൃദയത്തിൽ ഞാൻ നന്ദി പറയാറുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാല് ഒരാള് ദൈവരാജ്യത്തിന് ചെയ്തൊരു പർപ്പസ് ഹാലലിയ, അതിന് എല്ലാവർക്കും അത് അതിനെല്ലാവർക്കും ഓരോ മനുഷ്യർക്കും ഓരോ കാരണം അല്ലെങ്കിൽ ഓരോ രീതിയിൽ ദൈവരാജ്യത്തിന് ഉപകാരപ്പെടുന്നുണ്ട്, അല്ലെ ഒരു പർപ്പസ് ഉണ്ട് നമുക്ക് എല്ലാവർക്കും. അല്ല ഒരാൾ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുമ്പോഴും അത് അറിയാണ്ട് ചെയ്യുന്നതല്ല, അത് ദൈവം മുന്നമേ ഒരുക്കുന്നതാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ എല്ലാവരും ഹല്ലേലൂയ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലെങ്കിലും ഞാൻ പറയാം നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയിൽ നമ്മൾ പ്രാപിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒരു പ്രതിഫലമുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ കാണുന്ന കാര്യം അതാണ് ഞാൻ പറയുന്നത്, നമ്മുടെ എല്ലാവരെയും ഭൂമിയിലേക്ക് ദൈവം ആക്കി വെച്ചിരിക്കുന്നത്. ചിലപ്പോൾ കുറച്ചു കാലം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് വചനം പറയാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കാനോ, നിങ്ങളെ ഇതിനു വേണ്ടിയിട്ട് എന്താ പറയാ നിങ്ങളെല്ലാം കൂടെ കൂട്ടി യോജിപ്പിക്കാനൊക്കെ ദൈവം എന്നെ ഉപയോഗിക്കുന്നെങ്കിൽ അത് വെറുതെ മാനുഷ്യമായിട്ട് സംഭവിച്ചൊരു കാര്യമല്ല. ഇതൊക്കെ ദൈവത്തിന്റെ മുൻ നിശ്ചയപ്രകാരം ദൈവത്തിന്റെ പർപ്പസാണ്. അപ്പൊ നമ്മളെ ഈ ഭൂമിയിൽ ദൈവം ആക്കി വെച്ച പർപ്പസ് എന്താണെങ്കിലും ഹാലേലിയ യേശു കർത്താവ് പൂർത്തീകരിച്ചതുപോലെ ഹാലേലൂയ ഈ ഭൂമിയിലുള്ളത് പൂർത്തീകരിച്ചിട്ട് സ്വർഗത്തിൽ ദൈവത്തിന്റെ വലതുഭാഗത്ത് ചെന്നിരുന്നത് പോലെ നമ്മൾ ഓരോരുത്തരും ദൈവം നമ്മളെ ആക്കി വെച്ചത് പൂർത്തീകരിച്ച് ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു ക്രിസ്തു ഇരിക്കുന്ന ഇടത്ത് തന്നെ ചെന്നിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് തന്നെ എഫെസ്യർ അങ്ങനെയല്ലേ പറഞ്ഞേ, നമ്മളെ സ്വർഗസ്ഥലങ്ങളിൽ ദൈവത്തിന്റെ വലതുഭാഗത്ത് കർത്താവ് യേശു ക്രിസ്തു ഇരിക്കുന്നിടത്ത് ഇരുത്തിയിരിക്കുക. ലേഖനങ്ങൾ കൊലോസിലേതൊക്കെ അത് തന്നെ. അപ്പൊ നമ്മളെ അവിടെ ഇരുത്തിയിരിക്കുന്നു. അവിടെ ഇരുത്തിയിരിക്കുമ്പോ അതുപോലെ നിങ്ങൾ ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. നമ്മുടെ ചിന്തകൾ ഉയരത്തിലുള്ളതാണെങ്കിൽ നമ്മൾ ക്ഷീണിച്ച് മടുക്കത്തില്ല, നമ്മൾ ഭാരം വരുത്തില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ജീവിതം നമ്മൾ ഭൂമിയിലുള്ളത് ചിന്തിക്കുമ്പോഴാണ് ഭൂമിയിലുള്ള കാര്യങ്ങളെ കുറിച്ച് ഓർക്കും. ഞാൻ നിങ്ങൾ ആർക്കെങ്കിലും സ്വർഗത്തിലെ കാര്യം ആലോചിച്ചാണ് നിങ്ങൾ ഭാരപ്പെടുന്നത്, അത് ഭൂമിയിലെ കാര്യം ആലോചിച്ചാണോ നിങ്ങൾ ഭാരപ്പെടുന്നത്? എനിക്കിന്ന് 10 ആത്മാക്കളെ നേടാൻ പറ്റിയില്ല, എനിക്ക് 10 പേരോട് സുവിശേഷം പറയാൻ പറ്റിയില്ല, എനിക്ക് ഞാൻ മുഖാന്തരം ആരും രക്ഷയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല, അല്ലെങ്കിൽ എനിക്ക് ഇന്നടത്ത് പോയിട്ട് അവിടെ പോയിട്ട് പരസ്യ യോഗത്തിൽ അല്ലെ പ്രസംഗിക്കാൻ പറ്റിയില്ല എന്ന് വിചാരിച്ച് ഭാരപ്പെട്ട് കരയുന്ന എത്ര പേരുണ്ട് അതിനകത്ത്? ഹല്ലേലൂയ. നമുക്ക് ആത്മീയമായി മുന്നോട്ട് കയറാൻ പറ്റുന്നില്ല, ഇതൊക്കെ നമ്മൾ വിഷമിപ്പിക്കുന്നത്. പക്ഷെ ദൈവരാജ്യത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ ഓർത്താണോ നമ്മൾ കരയുന്നത്, അതോ നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ഭാരങ്ങൾ ഓർത്ത് തന്നെ? ഏറ്റവും കൂടുതൽ നമ്മൾ നമുക്ക് രോഗം വന്നാൽ, നമുക്കൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നാൽ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു അനുസരണക്കേട് വന്നാൽ, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് കേട്ടിട്ട് നമ്മുടെ കുടുംബത്തിലുള്ളവരാരും രക്ഷയിലേക്ക് വരാത്തത്, ഇതൊക്കെ നമ്മളെ ഭാരപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. ഹല്ലേലൂയ. ഇതൊന്നും ഉയരത്തിലെ ചിന്തയല്ല. ഉയരത്തിലെ ചിന്ത ഇന്ന് നേരം വെളുക്കുമ്പോൾ ആരൊക്കെന്ന് നമുക്കൊന്ന് എന്താ പറയാ പ്രബോധിപ്പിക്കാൻ പറ്റും, അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചാൽ നമ്മൾക്ക് ഉപകാരമാകാൻ പറ്റുമോ, ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഇതൊക്കെയാണ് നമ്മൾ ഹല്ലേലൂയ നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ ഹല്ലേലൂയ. ഇപ്പൊ തന്നെ നമ്മൾ 20 വരെ ലിസ്റ്റ് എഴുതി വെച്ച് പ്രാർത്ഥിക്കും, 20 കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അതിന് ഒരു ടൈമൊക്കെ സെറ്റ് അലാമൊക്കെ വെച്ച് ആ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കണമെന്ന് നമ്മുടെ ഉള്ളിൽ ഹല്ലേലൂയ ദൈവം അതിയായ തീവ്രമായ ആഗ്രഹം തരുന്നെങ്കിൽ നമ്മുടെ ചിന്ത എന്താ? അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവർ രക്ഷയിലേക്ക് വന്നാൽ നമ്മുടെ സഭയിലേക്ക് 10 പേരുടെ ചേരുമ്പോൾ നമുക്ക് സ്തോത്ര കാഴ്ച കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ടൈത്ത് കിട്ടും. ഇതാണ് ചിന്ത. അല്ല, കാരണം വെച്ചാൽ നമ്മൾ ആരും സഭ നടത്തുന്ന ആൾക്കാരല്ല. ഹല്ലേലൂയ. സ്തോത്ര കാഴ്ചയും ടൈത്തും ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല, അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നവരല്ല. അതല്ല ഹല്ലേലൂയ. കാരണം ഒരു ആത്മാവിന്റെ വില എത്ര വിലപ്പെട്ടതെന്ന് നമുക്ക് അറിയാം. അപ്പൊ ഒരാത്മാവ് രക്ഷിക്കപ്പെടണമെന്നുള്ളതും, അല്ലെ നമ്മുടെ കുടുംബത്തിലുള്ള അല്ലെ നമ്മൾ അറിയുന്നവരാരും നരകത്തിലേക്ക് പോകരുത്, തീച്ചുളയിലേക്ക് പോകരുത്, നിത്യതയെ ലക്ഷ്യം വെക്കണം, അവർ നിത്യതയിലേക്ക് എത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാണ് നമ്മളത് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അല്ല നമ്മുടെ പേഴ്സണൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് ആരെങ്കിലും അത് പ്രാർത്ഥിക്കുന്നത്? ആണോ സാറാമ്മ സിസ്റ്റർ? ജെയിംസ് അങ്കിൾ ഇപ്പൊ വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ജെയിംസ് അങ്കിൾ വന്നെന്നും രാവിലെ സൂമി കയറുന്നു പ്രാർത്ഥിക്കുന്നു വിചാരിച്ചിട്ടാണ് നമ്മൾ ജെയിംസ് അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? ഒരിക്കലും അല്ല. കാരണം വെച്ചാൽ ജെയിംസ് അങ്കിള് രക്ഷ അറിയണം എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിൽ ആഗ്രഹം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ രക്ഷയിലെ സന്തോഷത്തിൽ വന്നില്ലെങ്കിൽ എന്താണ് ഹാലേലൂയ അവർക്ക് കിട്ടാൻ പോകുന്നത് നമുക്കറിയാം.
ഇപ്പൊ ഓരോ മനുഷ്യരെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ എത്ര മനുഷ്യർ ഹാലേലിയ നിത്യത ഉണ്ടെന്നോ നിത്യജീവൻ ഉണ്ടെന്നോ ഒക്കെ വിശ്വസിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേല് പ്രവചന പുസ്തകങ്ങൾ ബൈബിൾ പറഞ്ഞിരിക്കുന്ന ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം സംഭവിച്ചെങ്കിൽ കർത്താവിന്റെ വരവുമുണ്ട്, സ്വർഗവുമുണ്ട്, നരകവുമുണ്ട്. അതിനകത്ത് ഒരു സംശയമില്ല ഹാലേലിയ. കാരണം ഇത് വെറുതെ ഒരു ചരിത്ര പുസ്തകമല്ല ഇത് വെറുതെ ഒരു കഥ പുസ്തകമല്ല. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളിൽ നിന്ന് നിവർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഏറ്റവും നല്ലൊരു പ്രവചനമായിട്ട് എനിക്ക് എപ്പോഴും കാണുന്നത്, അന്ത്യകാലം ആകുമ്പം വിശ്വാസം കാണുമോ എന്ന് സംശയിക്കണം. ഇന്ന് വിശ്വാസികളെന്ന് പറയുന്നവരോടൊന്ന് അല്പസമയം നമ്മളൊന്ന് കുറച്ചു നേരം ഒന്ന് ഡീപ്പായിട്ട് സംസാരിച്ചാൽ അവർക്ക് തന്നെ വിശ്വാസം ഉണ്ടോ നമുക്ക് തോന്നിപ്പോകും. ഹല്ലേലൂയ. കാരണം അങ്ങനെ തെറ്റിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് വിശ്വാസികളുടെ കുടുംബത്തിൽ നിന്നുള്ള കുഞ്ഞുങ്ങളാണ് ഏറ്റവും കൂടുതൽ ഹാലേലിയ പലവിധ തെറ്റിന്റെ മാർഗങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം തെറ്റിച്ചു കൊണ്ടുപോയിക്കുക. ഇന്ന് ദൈവദാസന്മാരെ പലരും പിശാചിന്റെ പോക്കറ്റിലെ ചട്ടുകമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹാലേലിയ. അതുകൊണ്ടാ പറഞ്ഞ വിശ്വാസം വിശ്വാസ ത്യാഗം സംഭവിക്കുന്നത് അന്ത്യകാലത്തിന്റെ ലക്ഷണമാണ്. ഇപ്പൊ അത് വിശ്വാസ ത്യാഗം സംഭവിച്ചുകൊണ്ടിരിക്കും. ഇന്ന് വിശ്വാസത്തിലേക്ക് വരുന്നേക്കാട്ടി കൂടുതൽ ആൾക്കാർ പിന്മാറ്റത്തിലേക്ക് പോകുന്നുണ്ട്. കണക്കറിയാത്തോണ്ട. ഹല്ലേലൂയ. ദിവസം തോറും അനേക ആത്മാക്കൾ രക്ഷിക്കപ്പെടുന്നുണ്ട്, സഭയോട് ചേരുന്നുണ്ട്. പക്ഷെ ഈ സഭയോട് ചേരുമ്പോൾ ഒരു സ്ഥലത്തേക്ക് ഇങ്ങോട്ട് വരുമ്പോ മറ്റൊരു സ്ഥലത്തൂടെ കൊഴിഞ്ഞുകൊണ്ടിരിക്കുക. ഈ കൊഴിയുന്ന കണക്കാരി എണ്ണുന്നില്ല. ഹല്ലേലൂയ. എത്രയോ സഭകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ആൾക്കാരുള്ള സഭ എത്രയാ ഉള്ളത്? എവിടെ പോകുന്നവരൊക്കെ? എനിക്കറിയാവുന്ന എന്തോരം കുടുംബങ്ങൾ പിന്മാറ്റത്തിൽ പോയിട്ടുണ്ട്. ഹല്ലേലൂയ. കാരണം വെച്ചാൽ അവരൊക്കെ വരുന്നത് കർത്താവിന്ന് വല്ലതും കിട്ടുമെന്ന് പ്രാപിച്ചു വരുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത്. ഈ വചനം അവരുടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അവർ പോകത്തില്ല. കാരണം സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട്. ഹല്ലേലൂയ. ഇന്ന് പലപ്പോഴും സഭ പോലും ദൈവദാസന്മാർ പോലും മിസ്ഗൈഡ് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മുടെ മറ്റൊരു സഹോദരിയോട് ധാരാളം സംസാരിക്കാറുണ്ട്. സംസാരിച്ചറിയാം ആ പാസ്റ്റ് എന്തൊക്കെയാണ് അവരെ മിസ്ഗൈഡ് ചെയ്യുന്നതെന്ന്. വചനം പഠിക്കാനായിട്ട് ഒരു ക്ലാസ് കഴിഞ്ഞാൽ വചനം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് പഠിക്കാനൊന്നുമില്ല. ഹല്ലേലൂയ. വചനം പഠിക്കാതെ, വചനത്തെ കുറിച്ച് അറിയാതെ, വചനം ആഴമായി ഹൃദയത്തിൽ ഇല്ലെങ്കിൽ അവർ വിശ്വാസം നിലനിൽക്കത്തില്ല. കാരണം ചെറിയൊരു വിഷയം വരുമ്പോ പോലും അവരെ ആടി ഉലയുന്ന ഞാൻ പോലെ ആവും. കാരണം പാറമേൽ അടിസ്ഥാനമിട്ട വീടിന് മാത്രമേ പ്രതികൂലം വരുമ്പോൾ പിടിച്ചു നിൽക്കുക. ഈ പാറമേൽ അടിസ്ഥാനം ഉണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ അടിസ്ഥാനമിട്ടവരായിരിക്കണം. ഒരു ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ ദൈവവചനം എന്ത് ഞാൻ പറയാം, എന്നോട് ദൈവത്തിന്റെ വചനം എപ്പോഴും സംസാരിക്കുന്ന കാര്യം ഇത്. ഞാൻ ഭയങ്കരമായിട്ട് ക്ഷീണിക്കുമ്പോൾ ഭയങ്കരമായിട്ട് പ്രയാസപ്പെടുമ്പോൾ ചില സമയങ്ങൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ കർത്താവിനോടൊന്നും പക്ഷെ കർത്താവ് എന്നോട് പറയും ഈ പുരുഷനെ ധ്യാനിക്കാൻ പറയും. അപ്പൊ എത്ര വലിയ വിഷമമാണെങ്കിലും, എത്ര വലിയ പ്രതികൂലമാണെങ്കിലും, എത്ര വലിയ സങ്കടമാണെങ്കിലും ക്രൂശിനെ ധ്യാനിച്ചു കഴിഞ്ഞാൽ അത് പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം വെച്ച് കഴിഞ്ഞാല് അത് വെറുതെ ചുമ്മാല്ല. കർത്താവ് ഏറ്റവും ഓരോ കാര്യങ്ങളും ഹല്ലേലൂയ നമ്മളൊന്ന് നമ്മുടെ ആത്മക്കണ്ണിൽ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഹല്ലേലൂയ ആ വേദന ഒന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ നമ്മുടെയൊക്കെ വേദന എത്ര നിസ്സാരമാണ് നമുക്ക് തോന്നും. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് ക്ഷീണിക്കുന്ന അനേക ഉണ്ട്. ഹല്ലേലൂയ. എത്ര നമ്മൾ പറയുന്നുണ്ട്, എത്ര ഉപവസിച്ചു, എത്ര പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. എത്ര ദിവസത്തെ നിലവിളിച്ചു. പക്ഷേല് ചില വിഷയങ്ങൾക്ക് ഒരു ചലനവുമില്ല എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിന് അത് പ്രയാസമുള്ള കാര്യമായിട്ടല്ല നടക്കാത്തത്. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയോ കൂടി ഹല്ലേലൂയ ക്രമപ്പെടാനുണ്ട്, അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ എത്താനുണ്ടെന്നുള്ളതിന്റെയാണ് ചില വിഷയങ്ങൾ നമുക്ക് മുമ്പിൽ ഇന്നും പെൻഡിങ് ആയിരിക്കുന്നെങ്കിൽ അത് നമ്മൾ ഓക്കെ ആയെന്ന് തോന്നിയ ആ നിമിഷം അത് കിട്ടും. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഓക്കെ ആയിട്ടല്ല അത് അവിടെ നയിക്കുന്നത്. അത് ഓൾറെഡി നമുക്ക് വേണ്ടി അപ്രൂവ് ചെയ്ത് അലോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യം. പക്ഷെ നമ്മളത് കാണുന്നില്ല പലപ്പോഴും. കാരണം നമുക്കത് കാണാനുള്ള നമ്മുടെ കണ്ണ് തുറക്കുന്നില്ല. അത് എടുക്കാനായിട്ട് കണ്ടാലല്ലേ എടുക്കാൻ പറ്റത്തുള്ളൂ. അതിലേക്ക് നമ്മളെത്താത്ത പ്രശ്നമാണ്. നമ്മളെ വിഷയം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് വിഷയം നമ്മുടെ മുമ്പിൽ വിഷയമായി വരുന്നതിന് മുമ്പ് ദൈവം അതിന്റെ മറുപടി ഒരുക്കി വെച്ചിട്ടുണ്ട്. വിശ്വസിക്കുന്നില്ലേ? സാറാമ്മ സിസ്റ്റർ 7 ദിവസം ഇരുന്ന് കുത്തിയിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ച് എല്ലാം ഇരുന്ന് കഴിയുമ്പോൾ ഞാൻ ആ സാധനത്തിന് മറുപടി എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം എന്നാണ് ദൈവം പറയുന്നത്. അല്ല,
കാരണം പല പ്രവാചകന്മാരിലൂടെ അല്ല ദൈവശബ്ദമായിട്ട് വന്നേക്കുന്ന കാരണം വെച്ചാൽ ദൈവം അന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. കുഞ്ഞെ ഇത് ഞാൻ റെഡിയാക്കി വെച്ച് ഇത് നിനക്കുണ്ട്, ഹല്ലേലൂയ. അവൻ നിന്നെ കുറിച്ച് എന്റെ പർപ്പസ്, എന്റെ ഹൃദയത്തിൽ ആഗ്രഹം ഇങ്ങനെ, നീ ഇങ്ങനെയൊക്കെ ആയി കാണാൻ ഞാൻ ആഗ്രഹം. പക്ഷേ ഇതൊക്കെ എനിക്ക് എന്റെ ആഗ്രഹം, എന്റെ സ്വപ്നം മൊത്തം ഇതാ. പക്ഷെ നീയും കൂടെ ഒന്ന് വിചാരിക്കും, ഇതിലേക്ക് ഒന്ന് എത്ത്. ഹല്ലേലൂയ. യോസഫിനെ കുറിച്ച് ദൈവത്തിന്റെ സ്വപ്നം യോസഫിന് വെളിപ്പെടുത്തി കൊടുത്തു. ഹല്ലേലൂയ. പക്ഷേ അതിലേക്ക് എത്തണമെന്ന് യോസഫ് കൂടെ മനസ്സുകൊണ്ട് വിചാരിച്ചപ്പോഴാണ് ആ പൊസിഷനിലേക്ക് എത്തിയത്. ഹല്ലേലൂയ. യോസഫിന് വേണമെങ്കിൽ ഹല്ലേലൂയ അത് കുറെ ഡിലേ ആക്കായിരുന്നു. യോസഫിന് വേണമെങ്കിൽ അത് കുറെ കൂടെ എന്താ പറയാ, അത് പ്രാപിക്കാതിരിക്കായിരുന്നു. യോസഫ് നമ്മൾ എപ്പോഴും പറയും, പോത്തിഫറിന്റെ ഭവനത്തിൽ പോത്തിഫറിന്റെ ഭാര്യയെ പ്രലോഭിപ്പിച്ചപ്പോ യോസഫ് അതിന് പ്രലോഭനത്തിൽ വീണെന്നിരുന്നോട്ടെ. വീണെങ്കിൽ യോസഫ് അവിടെ തന്നെ ആ കുടുംബത്തിൽ തന്നെ കുറെ കൂടെ കാലം കാര്യസ്ഥനായിട്ടൊക്കെ നിൽക്കും. ചിലപ്പോൾ അതൊക്കെ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും യോസഫിന് അയ്യോ ഞാൻ തെറ്റാണല്ലോ ചെയ്തതെന്ന് വന്നിട്ട് യോസഫ് ദൈവസനെ നിലവിളിക്കും. ചിലപ്പോൾ അമ്മ ഏറ്റു പറയും, ദേഷ്യം. പക്ഷെ അപ്പോഴും നമ്മൾക്ക് മനസ്സിലാക്കാത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഈ സ്പീഡിൽ ദൈവം പ്ലാൻ ചെയ്ത പോലെ ഇത് സ്മൂത്ത് അളവിലെത്തത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാല് അത് നടക്കത്തില്ലെന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ അത് ഡിലേ ആക്കും. നമ്മുടെ ഓരോ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന കാര്യങ്ങൾ നടക്കത്തില്ല എന്ന് ഞാൻ പറയത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കുറിച്ചുള്ള പർപ്പസ്, കോളിങ് ഇതൊക്കെ കിടക്കുമ്പോൾ, പക്ഷെ നമ്മളുടെ ജീവിതത്തിൽ ചില മേഖലയിൽ കൂടെ നമ്മൾ തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഇത് ഡിലേ ആയിപ്പോയി. 5 വയസ്സ് കിട്ടേണ്ട സൈക്കിൾ ചിലപ്പം 25ാമത്തെ വയസ്സിലായിരിക്കും കിട്ടുന്നത്. വല്ല പ്രയോജനം ഉണ്ടോ? ഹല്ലേലൂയ എന്ന് ചോദിക്കുന്ന കണക്ക് ഹല്ലേലൂയ. ഞാൻ ഒരു ദേവദാസൻ ഒരിക്കൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പുള്ളിയുടെ ഫാദറിനെ കുറിച്ച് ഒരുപാട് വാക്തത്വങ്ങൾ ഇങ്ങനെ ദൈവം പറഞ്ഞു തരുന്നത്, ഒരുപാട് രാജ്യങ്ങളായിരിക്കും എല്ലാം അയക്കും എന്നൊക്കെ. പക്ഷേങ്കില് അദ്ദേഹം അത് മേ ബി അതിന് വേണ്ടി ഒരുങ്ങാഞ്ഞിട്ടാണ്. പക്ഷെ അദ്ദേഹം പ്രായമായപ്പോൾ മരിക്കുന്നതിന് മുമ്പ് ദൈവമില്ല സകല രാജ്യങ്ങളിൽ അയച്ചു. പക്ഷെ എന്തിനു വേണ്ടി അയച്ചു എന്നുള്ളതാണ്. അയക്കുമെന്ന് പറഞ്ഞ രാജ്യങ്ങളിലൊക്കെ അയച്ചു. പ്രായമായപ്പോ സ്ഥലം കാണാൻ പോയിട്ടില്ലെങ്കിൽ ആ മക്കളുടെ കൂടെ വരെ സഞ്ചരിച്ച് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഇപ്പൊ നമ്മൾ നോക്കിയിട്ട് നിന്നെ ഞാൻ അനേക രാജ്യങ്ങൾക്ക് പ്രവാചകയെ കണ്ടിരിക്കുന്നു, നീ അനേക രാജ്യങ്ങളോട് ആലോചന പറയുന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അനേക രാജ്യങ്ങൾ നിന്നെ അയക്കും. ഞാനിതിനൊന്നും ഒരുങ്ങാതിരുന്നിട്ട് വയസ്സുകാലത്ത് എന്റെ മോടെ കൂടെ ആ രാജ്യങ്ങളൊക്കെ ഒന്ന് പോയിട്ട് വന്നിട്ട് അയ്യോ ദൈവം പറഞ്ഞ പോലെ കേട്ടോ എന്നെ എല്ലാ രാജ്യത്തും അയച്ചു കേട്ടോ, ഞാൻ ആ കാനഡയിലും US UK ഒക്കെ പോയി വന്നു എന്ന് പറഞ്ഞാൽ എന്ത് പ്രയോജനം ഇതുകൊണ്ട്? ദൈവവാക്തത്വങ്ങൾ വിശ്വസ്തനാ, വാക്ക് പറഞ്ഞ മാറാത്തവനാ. ദൈവം അത് ചെയ്തു. പക്ഷേ നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിച്ചത് എന്താണ്? നമ്മൾ ആയിത്തീർന്നത് എന്താണ്? ഹല്ലേലൂയ. അപ്പൊ നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നമുക്ക് ആയിത്തീരണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചില വിഷയങ്ങളൊക്കെ വരുമ്പോൾ, ചില ഭാരങ്ങളൊക്കെ വരുമ്പോൾ, ചില പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അവിടെ ക്ഷീണിച്ച് മടുത്തു പോകരുത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടേക്ക് എത്താൻ കഴിയുകയില്ല. ഞാൻ ഈ സൂം പ്ലാറ്റ്ഫോം തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ തുടങ്ങുന്ന സമയത്ത് അപ്പാടെ റോഷ്നി ആയിരുന്നു. ഞാനും റോഷ്നിയും കൂടെ മാത്രമാണ് ആദ്യം പ്രാർത്ഥിച്ചു തുടങ്ങിയത്. ഇന്ന് റോഷ്നി നമ്മുടെ കൂടെ ഇല്ല. പക്ഷേ റോഷൻ നമ്മുടെ കൂടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്റെ പ്രാർത്ഥന നിർത്തിയോ? ഇല്ല. അത് കഴിയുമ്പോൾ നമുക്ക് ഇതിന്റെ ഏർലി മോർണിംഗ് പ്രേയർ വന്ന് കിട്ടിയ ആളാണ് സാറാമ്മ സിസ്റ്റർ. ഹല്ലേലൂയ. സാറാമ്മ സിസ്റ്ററാണ് കരുനാപ്പള്ളി ജോളിയാന്റെ കൊണ്ടുവന്നത്. ലിസ സിസ്റ്റർ കൊണ്ടുവന്നത്. ലിസ സിസ്റ്റർ നമ്മുടെ ചെങ്ങന്നൂർ ജോളിയാന്റെ കൊണ്ടുവന്നത്. ഇങ്ങനെ ഓരോരുത്തരും വന്ന് ആഡ് ആകുകയായിരുന്നു ചെയ്തത്. അതുപോലെ ഒരുപാട് അനേക ആൾക്കാര് ഇതിനകത്ത് വന്നിട്ടുണ്ട്. വന്ന പലരും ഇതിൽ നിന്ന് പോയിട്ടുമുണ്ട്. കാരണം വെച്ചാൽ ചിലപ്പോൾ അവരുടെ വിഷയം വിടുതലായതുകൊണ്ടാകാം, ചിലപ്പോൾ വേറെ എന്തെങ്കിലും വിഷയങ്ങളാണ്. പക്ഷേ ഇതിനകത്ത് ഒരുപാട് പേര് വന്ന് ജോയിൻ ചെയ്യും. അവർ പോയി ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ ഫാസ്റ്റിംഗ് വിജയപാസ്റ്റ് ഫാസ്റ്റിംഗ് 40 പേരൊക്കെ ജോയിൻ ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് എനിക്കൊന്ന് 89 പേര് 100 പേര് അടുപ്പിച്ചവരൊക്കെ നമ്മുടെ സൂമിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. പല മീറ്റിങ്ങുകളിലൊക്കെ. അപ്പൊ ഇത്രയും ആൾക്കാർ വരി ഒരുപാട് ദൈവദാസന്മാരൊന്ന് ശുശ്രൂഷിക്കുകയും ഒക്കെ ചെയ്തൊരു സൂം പ്ലാറ്റ്ഫോം ആയത്. ഇതിനകത്ത് പക്ഷെ ഇന്ന് അത്രത്തോളം ആൾക്കാരൊന്ന് നമ്മുടെ ഏർലി മോർണിംഗ് ആക്കിയതിനു ശേഷം ഒരുപാട് ആൾക്കാർ കുറേ, കാരണം ആൾക്കാർക്ക് എല്ലാവർക്കും എത്ര വിഷയം ഉണ്ടെങ്കിലും അവർക്ക് ഉറക്കം എണീറ്റത് പ്രാർത്ഥിക്കാനൊക്കെ മടിയാം. ഞാൻ എപ്പോഴും പറയാണ്ട് ഭയങ്കരമായ വിഷയങ്ങളുള്ളവർ പോലും ഒരു ദിവസം എങ്കിലും രാവിലെ വന്നത് പ്രാർത്ഥിക്കാൻ പറയാം. അവർക്ക് അത് പറ്റത്തില്ല. നമ്മൾ പ്രാർത്ഥന കൊട്ടേഷൻ എടുക്കാൻ കൊട്ടേഷൻ തരും, പക്ഷെ അവർ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അത് പോട്ടെ, അത് അവരുടെ പേഴ്സണൽ വിഷയം. പക്ഷെ ഞാൻ പറയാ ഇതിനകത്ത് പലപ്പോഴും ആൾക്കാര് ആരും വരാതിരിക്കുന്ന സമയത്ത് പോലും എത്ര ആൾക്കാർ കുറഞ്ഞാലും നമ്മൾ ഈ മീറ്റിംഗ് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല.
അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം പറഞ്ഞിട്ടുണ്ട് നിർത്തരുതെന്ന്. ഞാൻ പലപ്പോഴും കർത്താവ് നിർത്തട്ടെ. കാരണം വെച്ച് കഴിഞ്ഞാല് പലപ്പോഴും ചോദിക്കും, നമ്മൾ ക്ഷീണിക്കുമ്പോൾ, നമ്മൾ ഉള്ളിൽ മടുക്കുമ്പോൾ, ഞാൻ ചോദിച്ചിട്ടുണ്ട് കർത്താവ് ഇതങ്ങ് നിർത്തട്ടെ എന്ന് ചോദിക്കുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് മനസ്സിലാകാത്ത, നിങ്ങൾക്ക് തിരിച്ചറിയാത്തൊരു കാര്യമുണ്ട്. ഏത് സംഭവമാണ് നമ്മൾ ലീഡ് ചെയ്യുമ്പോൾ, ലീഡർ സ്ഥാനത്ത് നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ നടത്തിപ്പുകാരിയായിട്ട് നിൽക്കുന്ന സമയത്ത് പോരാട്ടം മുഴുവൻ നമ്മളോടാണ് വരുന്നത്. കാരണം വെച്ചാൽ ഇവളെവിടെങ്കിലും ഒതുങ്ങി കഴിഞ്ഞാൽ ഇത്രയും ആൾക്കാർ എവിടെയെങ്കിലും ഒതുങ്ങി കിടന്ന് ഉറങ്ങിക്കൊള്ളും. ഇതാണ് പിശാച് വിചാരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം നമ്മളോട് ഇതിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പലപ്പോഴും ക്ഷീണിച്ചു വരുമ്പോൾ ഞാൻ ചോദിക്കും കർത്താവെ നിർത്തട്ടെ എന്ന് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഇല്ല, ഞാൻ പറയാം, ഞാൻ സത്യമായിട്ട് തന്നെ പറയാൻ ചോദിക്കാറുണ്ട്. അപ്പോഴേ കർത്താവ് നോ, ഇതിനകത്ത് ഒരാളെ വരുന്നോളെങ്കിലും നീ പ്രാർത്ഥിച്ച നിർത്താൻ പാടില്ല, ഞാൻ പറയാതെ നിർത്തുന്നത്. അപ്പൊ ദൈവം പറയാതെ ഒരു കാര്യം നിർത്താൻ പാടില്ലെന്ന് പറഞ്ഞാൽ ആ ദൈവത്തെ, അപ്പൊ നമ്മൾ ക്ഷീണിക്കും, നമ്മൾ മടുക്കും, നമുക്ക് ഭാരം വരും, ചിലപ്പോൾ നമുക്ക് പാപം വരും, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വരും. പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ മറ്റുള്ള മനുഷ്യരിൽ ആശ്രയിക്കുകയും മനുഷ്യരെ നോക്കുകയും ചെയ്താൽ നമ്മളും മടുത്തു പോകും, ക്ഷീണിച്ചു പോകും. പക്ഷെ ഇവിടെ ക്ഷീണിച്ചു പോകാതെ, മടുത്തു പോകാതെ നമുക്ക് നോക്കാൻ പറ്റിയ ഒരേ ഒരാളെ ഉള്ളു. ആളിനെ കുറിച്ച് ഒരു പ്രിവിലേജും കൂടെ പറയുന്നത്, വിശ്വാസ നായകനാണ് അവൻ, പൂർത്തി വരുത്തിയവനാണ്. പരാജയപ്പെട്ട ഒരാളെ അല്ല നമ്മൾ നോക്കാൻ പറയുന്നേ. നമ്മുടെ കുഞ്ഞുങ്ങളോടൊക്കെ നമ്മൾ ചിലപ്പോഴൊക്കെ പണ്ടൊക്കെ കൊച്ചുങ്ങളോടൊക്കെ എല്ലാവരും പറഞ്ഞു അവരെ നോക്കിപ്പടി, ഇവരെ നോക്കിപ്പടി. നമ്മുടെ അപ്പുറത്ത് കള്ളു കുടിച്ച് കൂതരായി നടക്കുന്ന ഒരാൾ നോക്കിയിട്ട് പഠിക്കാൻ ആരെങ്കിലും കൊച്ചിനോട് ആരെങ്കിലും പേരൻസ് പറഞ്ഞു കൊടുക്കുമോ? ഇല്ല. കാരണം നന്നായി പഠിക്കുകയും ജീവിതത്തിൽ വിജയം നേടിയവരെ കുറിച്ച് കാണിച്ചിട്ട് പറയും. അവർ നമുക്ക് പലരും പഠിക്കുന്ന കാര്യത്തിലൊക്കെ പണ്ട് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര എന്റെയൊക്കെ ഹൃദയത്തിൽ ഭയങ്കര ഭയങ്കര ഇതുള്ള ഒരു മനുഷ്യനാണ് ഡോക്ടർ അംബേദ്കർ. കാരണം എന്താണ് അദ്ദേഹത്തെ കുറിച്ച് പറയാം, പഠിക്കാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട്, സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ പോരുന്ന് പഠിച്ച് എന്നൊക്കെ പറയുമ്പോഴത്തേനും നമ്മൾ ആ ഭാഗമൊക്കെ അവരെ കുറിച്ചൊക്കെ ചരിത്രമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ആവേശം. അയ്യോ, ഇത്രയും ബുദ്ധിമുട്ടിൽ കൂടെ, ഇത്രയും പ്രയാസത്തിൽ കൂടെ പോയപ്പോൾ സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്ത് പഠിച്ചിട്ട് ഈ മനുഷ്യൻ ഇത്രയും പൊസിഷൻ എത്തിയെങ്കിൽ നമുക്ക് മണ്ണെണ്ണ വിളക്കാണേലും നമുക്കും പഠിച്ചെത്താം. അങ്ങനെ നമുക്ക് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള പല മനുഷ്യരും നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷേ ആ മനുഷ്യർക്കൊക്കെ ചിലപ്പോഴൊക്കെ പല കുറവുകളും ഉണ്ടായേക്കും. ഞാൻ പറയാം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു, ഞാൻ എപ്പോഴും പറയാം, അബ്ദുൽ കലാം. പക്ഷെ അദ്ദേഹത്തിന് ഒരു കുറവ് ഞാൻ കണ്ട്. എന്താ വെച്ചാൽ അദ്ദേഹത്തിന് ദൈവികമായ ജ്ഞാനം ഭയങ്കര കുറവായിരുന്നു. അതുകൊണ്ടാണല്ലോ അമൃതാനന്ദം പോയിട്ട് മുമ്പിൽ പോയി തല മുമ്പിട്ട് വെച്ച് കൊടുത്ത് ചവിട്ടാനായിട്ട്. ലോകത്തിന്റെ ജ്ഞാനം ഭയങ്കരമാണെന്ന് പറഞ്ഞാലും ദൈവിക ജ്ഞാനത്തിൽ ദൈവ പോഷനായിരുന്നു മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഇത് കാണുമ്പോൾ നമുക്ക് അതാ പറഞ്ഞു, ഓരോ മനുഷ്യരും നമ്മൾ നോക്കുമ്പോൾ, ഏത് മനുഷ്യരും നോക്കിയാലും അവനിൽ ചില കുറവുകളുണ്ടാകും. കാരണം അവൻ മനുഷ്യനാ, പോരായ്മകളുണ്ട്, അവൻ മനുഷ്യനാ. പക്ഷേ ഇതൊന്നുമില്ലാത്ത ഒരാൾ നമ്മുടെ മുമ്പിൽ നിൽപ്പുണ്ട്. അപ്പൊ നമുക്ക് നോക്കാൻ പറ്റിയ ഹീറോ, നായകൻ എന്ന് വെച്ചാൽ ഹീറോ ആണ്. ഹല്ലേലൂയ. നമ്മുടെ എല്ലാം ഹീറോ കർത്താവ് യേശുക്രിസ്തു ആണെങ്കിൽ അദ്ദേഹത്തെ യേശു കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ വിശ്വാസ നായന പൂർത്തി വരുത്തിയ യേശുവാണ്. ക്ഷീണിച്ച് മടുക്കാതിരുന്ന യേശുവാണ്. പാപികളെ വിരോധം നേരിട്ടവനാണ്. അവിടെയെല്ലാം മിണ്ടാതെ അർക്കൻ കൊണ്ടുവന്ന കുഞ്ഞാടിനെ പോലെ മിണ്ടാതിരുന്നതാണ്. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ നമ്മൾക്ക് നോക്കി ഒരുപാട് ക്വാളിറ്റീസ് പറയാം ഉണ്ടായത്. അതുപോലെ പറഞ്ഞതെല്ലാം, പ്രസംഗിച്ചതെല്ലാം പ്രാക്ടിക്കൽ ലൈഫിൽ അപ്ലൈ ചെയ്ത് കാണിച്ചിട്ടാ പോയത്. പ്രസംഗം മാത്രമല്ല, പ്രവൃത്തി ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. നമുക്ക് ജീവിതത്തിൽ നമ്മുടെ ജീവിതം എങ്ങനെ ആയിരിക്കണമെന്ന് നമ്മൾ ഉപദേശിക്കുക മാത്രമല്ല, അത് ജീവിച്ച് തെളിയിച്ച് കാണിച്ചു തന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ക്ഷീണം വന്നാൽ, ഭാരം വന്നാൽ നമ്മൾ കർത്താവ് യേശുക്രിസ്തുവിനെ തന്നെ നോക്കണം. എനിക്ക് തോന്നുന്നു ഇന്നിപ്പോ നമ്മുടെ കൂട്ടത്തിലാണോ ഈ ശബ്ദം കേൾക്കുന്നത് ആരാണ് ചിലർ ക്ഷീണിച്ച് മടുത്ത് ചില അവസ്ഥയിൽ ഇരിക്കുന്നുണ്ടാ. ദൈവത്തിന്റെ ആത്മാവ് ഈ വചനം നമുക്ക് തന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങളുടെ ക്ഷീണമെല്ലാം മാറാൻ വേണ്ടിയിട്ട് മറ്റു മനുഷ്യരിൽ ഒന്നും നോക്കല്ലേ. ഒരു പാസ്റ്ററിലാകട്ടെ, ഒരു പ്രവാചകനിലാകട്ടെ, അവരുടെ മുഖത്തേക്കല്ല നിങ്ങൾ നോക്കണ്ടേ. നിങ്ങൾക്ക് നോക്കാൻ പറ്റിയ ഒരേ ഒരു മുഖമേ ഉള്ളൂ, അത് നമ്മുടെ വിശ്വാസനായനും പൂർത്തി ചെയ്ത യേശുവാണ്. ആ യേശുവിനെ പാപികളെ വിരോധം സഹിച്ചവൻ, ഇങ്ങനെ പറഞ്ഞേക്കുന്നത്. ഹല്ലേലൂയ. ദൈവമേ, സംസാരിച്ചപ്പം പേജൊക്കെ മറിഞ്ഞു ബൈബിളിന്റെ. ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ പറയാ, നിങ്ങളുള്ള ക്ഷീണിച്ചു മടക്ക പാപികളെ തനിക്ക് നീട്ട് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചു. എങ്ങനെയുള്ള വിരോധം സഹിച്ചാന്ന് എനിക്ക് അറിയണമെങ്കിൽ സുവിശേഷം വായിച്ചു നോക്കണം.
ഇവിടെ പറയാൻ ഇങ്ങനെയുള്ള വിരോധം സഹിച്ചതെന്ന് പറഞ്ഞിട്ടുള്ളൂ. ഹാലേ, കർത്താവ് യേശുക്രിസ്തു എന്തൊക്കെയാണ് സഹിച്ചതെന്ന് അറിയണമെങ്കിൽ സുവിശേഷങ്ങൾ വായിച്ചാൽ കൃത്യമായിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഹാലേ, കർത്താവ് യേശുക്രിസ്തു എത്രത്തോളം പീഡകൾ സഹിച്ചു, ക്രൂശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു, അടക്കപ്പെട്ടു എന്ന്. ഹല്ലേലൂയ. അപ്പൊ ഓരോ സിറ്റുവേഷനിൽ കർത്താവ് മിണ്ടാതിരുന്ന് അതിനെ ഫേസ് ചെയ്തതുപോലെ നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ചില സമയങ്ങളിലൊക്കെ നമുക്ക് തിരിച്ച് സംസാരിക്കാനുള്ള മിണ്ടാതിരിക്കാൻ പറഞ്ഞാൽ മിണ്ടാതിരിക്കാം. പക്ഷെ നമുക്ക് കഴിയാത്തൊരു കാര്യം അത് തന്നെയാണ്. കാരണം വെച്ചാൽ നമ്മുടെ വായ ഇങ്ങനെ അടങ്ങിയിരിക്കത്തില്ല, അതിങ്ങനെ എപ്പോഴും ഇങ്ങനെ തുറന്ന് പുറപ്പുറ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇവിടേക്കാണ് കർത്താവിനെ നമ്മൾ മാതൃകയാക്കണമെന്ന് പറയുന്നത്. കർത്താവിനെ അങ്ങനെ മാതൃകയാക്കുമെങ്കിൽ ഞാൻ പറയും, എത്ര വലിയ ഭാരമാണെങ്കിലും, എത്ര വലിയ പ്രയാസമാണെങ്കിലും, എത്ര ശൂന്യതയാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരത്തില്ല. കാരണം നിങ്ങളുടെ ആശ്രയം സ്വർഗത്തിലെ ദൈവത്തിലാണെങ്കിൽ ആ ദൈവം തന്നെ സകലം നിവർത്തിച്ച് തരും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടുവെന്ന് ദൈവം അനുവദിക്കത്തില്ല. വീഴുമെന്ന് എവിടെയെങ്കിലും നമ്മളെ വിട്ടിട്ട് നോക്കിയിരിക്കുന്ന ദൈവമല്ല, അല്ലെങ്കിൽ കടന്നുറങ്ങുന്ന ദൈവമല്ല. നമ്മൾ നമ്മുടെ യാത്രയിൽ ഒരു ഇടർച്ച വന്നാൽ, കാലൊന്ന് ഇടറിപ്പോയി കഴിഞ്ഞാൽ അവള് വീഴട്ടെ പിന്നെയും പിടിക്കാന്നല്ല, നമ്മൾ താഴെ വീഴുന്നതിന് മുമ്പ് നമ്മളെ പിടിച്ച് താങ്ങി പിടിക്കുന്ന ഒരു കർത്താവിന്റെ കരം നമുക്ക് വേണ്ടി ഇറങ്ങി വന്നിരിക്കും. നമ്മൾ ദൈവഹിത പ്രകാരം നടക്കുന്നെങ്കിൽ ഞാൻ പറയാം, നിങ്ങൾ വീണിട്ട് അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കുന്നല്ല പറയുന്നത്. വീഴാൻ തുടങ്ങുമ്പോൾ, ശത്രു നിങ്ങളെ തള്ളുമ്പോൾ വീഴുന്നതിന് മുമ്പ് ആ കരം ഇറങ്ങി നിങ്ങളെ താങ്ങിയിരിക്കും. അതാണ് നമ്മുടെ ഉറപ്പ്. അതാണ് നമ്മുടെ ധൈര്യം. അതുകൊണ്ട് വിശ്വാസത്തിൽ എവിടെയെങ്കിലും ക്ഷീണിച്ചിരിക്കുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ കർത്താവിന്റെ കരത്തിൽ മുഖത്തേക്ക് നോക്കുക. കർത്താവിനെ കുറിച്ചൊന്ന് ധ്യാനിക്കുക. ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. വചനത്താൽ എല്ലാവരും അനുഗ്രഹിക്കുമാറട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു.